നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഡാർക്ക് മിസ്റ്ററി വിഭാഗത്തിൽ പെടുന്ന ദി കീപ്പർ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയാണ്. മാൽക്കം എന്ന പേരുള്ള ഡോക്ടർ അവന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വളരെ നിഗൂഢവും ആൾപെരുമാറ്റവും ഇല്ലാത്ത പുറം ലോകത്തിൽ നിന്ന് വളരെ അകലെയുള്ള അവന്റെ ക്യാബിൻ ഹൗസിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു. തുടർന്ന് അവർ അവിടെ വെച്ച് നേരിടേണ്ടി വരുന്ന തികച്ചും പേടിപ്പെടുത്തുന്നതും കണ്ടാൽ അറപ്പ് തോന്നുന്നതുമായ അനുഭവങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് പോയാലോ? സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓരോരോ സ്ത്രീകളെയാണ് കാണിക്കുന്നത്. പിന്നീട് അവർ ഓരോരുത്തരായി മരിക്കുന്നതും അതിനുശേഷം കഥാനായകനും കഥാനായികയുമായ മാൽക്കമും അവന്റെ കാമുകയെ ലിസും ഒരു റൊമാൻറ്റിക് ട്രിപ്പിനെ മാൽക്കമിന്റെ ഫാമിലിയുടെ ക്യാബിൻ ഹൗസിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. മാൽക്കം ഡോക്ടറും ലിസ് പെയിന്റിംഗ് ആർട്ടിസ്റ്റുമാണ്. മാൽക്കമിന്റെ ആ ക്യാബിൻ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ആൾക്കാരധികം തിങ്ങി പാർക്കാത്ത ഒറ്റപ്പെട്ട, കാണുമ്പോൾ തന്നെ ആരും പേടിച്ചു പോകുന്ന നിഗൂഢതകളും സങ്കീർണതകളും നിറഞ്ഞ ഒരു വിദൂര ഗ്രാമത്തിലാണ്. എന്നാൽ നഗരത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ ലിസ് ഇതുവരെ അങ്ങനെയുള്ള കുഗ്രാമത്തിലൊന്നും പോയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, അതും മാൽക്കമിന്റെ കൂടെ. പോകും വഴി ലിസ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മാഗിയോട് ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ ഓർക്കും. മാഗി ലിസിനോട് നീ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊന്നും പൊതുവെ പോവാറില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ലിസ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതെന്ന് പറയും. അത് കേട്ട മാഗി നിങ്ങൾക്ക് കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കാൻ പ്ലാനൊന്നുമില്ലേ എന്ന് ചോദിക്കും. ഞങ്ങൾ അതിനെപ്പറ്റി ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അന്നേരം മാഗി നിനക്ക് ഇതിനെപ്പറ്റി മാൽക്കമിനോട് സംസാരിച്ചൂടെ എന്ന് പറയും. ഞാൻ ഇന്നേ വരെ അമ്മയാകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് ലിസ് മറുപടി കൊടുക്കും. അവസാനം മാഗി എങ്കിൽ ശരി നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ശേഷം പ്രസന്റിൽ അവർ രണ്ടുപേരും മാൽക്കമിന്റെ ആ ക്യാബിൻ ഹൗസിലേക്ക് എത്തും. തികച്ചും ശാന്തവും കാടുകളാൽ ചുറ്റപ്പെട്ടതുമായ പരിസരം. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും, ഉദാഹരണത്തിന് ഒരാളെ കൊന്നാൽ പോലും ആരും അറിയാൻ വഴിയില്ലാത്ത ഏകാന്തമായ ഒരു പ്രദേശം. അവിടെ എത്തിയതിനു ശേഷം മാൽക്കം ലിസിന്റെ പെയിന്റിംഗ് പുറത്തെടുത്ത് ആ വീടിന്റെ ചുമരിൽ പതിപ്പിക്കാൻ നോക്കും. എന്നാൽ ലിസിന് പെയിന്റിങ്സ് വരക്കുന്നതല്ലാതെ അതൊന്നും പ്രദർശിപ്പിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടാകില്ല. ലിസ് ആ സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണും. ആ സമയം ലിസ് വീടിന്റെ ഒരു മുറിയിൽ കേക്ക് ബോക്സ് കാണും. അവൾ മാൽക്കമിനോട് ആ കേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഇതാരാ ഇവിടെ വെച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അത് ഇവിടുത്തെ കെയർ ടേക്കർ ആയിരിക്കും, അവർ എപ്പോഴും നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് വെച്ചിട്ട് പോകാറുണ്ടെന്ന് മാൽക്കം പറയും. എന്നാൽ ലിസിന് ആ കേക്കിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. ശേഷം അവൾ നടക്കുമ്പോൾ അവിടെ അടുത്തായിട്ട് ഒരു വീട് കാണും. എന്നിട്ട് അവൾ ആ വീട് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ആരാ താമസിക്കുന്നതെന്ന് മാൽക്കമിനോട് ചോദിക്കും. മാൽക്കം അവിടെ എന്റെ കസിൻ ഡാരൻ ആണ് താമസിക്കുന്നത്. അവൻ ആളൊരു പ്രത്യേക ടൈപ്പാണ്, അതായത് ഒറ്റയ്ക്ക് ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. പക്ഷെ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അവനെ കൊണ്ട് നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല വരുന്ന വഴിക്ക് ഞാൻ അവന്റെ കാർ അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ എന്തായാലും ഡിന്നറിന് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞ് മാൽക്കം അവിടുന്ന് പോകും. ആ സമയം ലിസ് അവിടുത്തെ വിൻഡോ ഗ്ലാസിൽ ലവിന്റെ സിംബൽ വരച്ചിട്ട് അവിടുന്ന് പോകും. എന്നാൽ ആ സിംബൽ അപ്പോൾ തന്നെ ആ ഗ്ലാസിൽ നിന്ന് മാഞ്ഞു പോകും. അതിനുശേഷം ലിസ് ബാർഡബിൽ കുളിക്കുമ്പോൾ അവളുടെ പിറകിലുള്ള വിൻഡോ ഗ്ലാസിൽ നേരത്തെ അവൾ വരച്ച അതേ ലവ് സിംബൽ രൂപപ്പെടും. എന്നാൽ അത് അവൾ കാണില്ല. അന്നേ ദിവസം ഡിന്നർ ടൈം മാൽക്കം ലിസിനോട് പറയും, നിന്റെ പെയിന്റിംഗ് ചുമരിൽ തൂക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് നീ അത് കണ്ട് ഹാപ്പി ആകുമെന്നാണ്. അത് കേട്ട ലിസ് പറയും, നിനക്കറിയില്ലേ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്ന്. അതെനിക്കറിയാം, പക്ഷെ നീയല്ലേ അത് വരച്ചത്, അതുകൊണ്ടാണ് ഞാൻ അതവിടെ വെച്ചത്. എന്റെ കഴിവ് എനിക്കാണ് കിട്ടിയതെങ്കിൽ ഞാൻ നിർത്താതെ ഓരോന്നും വരച്ചുകൊണ്ടേയിരുന്നേ. അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഡോർബെൽ റിങ് ചെയ്യും. അന്നേരം ലിസ് ആരെങ്കിലും ഇന്ന് ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് മാൽക്കമിനോട് ചോദിക്കും. ഇല്ല എന്ന് മാൽക്കം പറയും. അത് കേട്ട ലിസ് ഇനി കെയർ ടേക്കർ മറ്റോ ആയിരിക്കുമോ എന്ന് ചോദിക്കും. കെയർ ടേക്കറോ ഈ സമയത്തോ? അതിനെന്തായാലും ചാൻസ് ഇല്ല. അപ്പോൾ ഡോറിന്റെ മറുവശത്ത് ഉള്ള ആൾ ഡോർ നോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മാൽക്കം ഡോറിന്റെ അടുത്ത് പോയിട്ട് വിൻഡോയിലൂടെ പുറത്ത് ആരാണെന്ന് നോക്കും. അപ്പോൾ അത് ഡാരൻ ആയിരിക്കും. അത് കണ്ട മാൽക്കം ലിസിനോട് ഡാരൻ ആണ് പുറത്തുള്ളതെന്ന് പറയും. എന്നാൽ ലിസിനെ മാൽക്കമും അവളും ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഡാരൻ വന്ന് ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് അവൾക്ക് അവനെ അകത്ത് കയറ്റാൻ വലിയ താല്പര്യമില്ലാത്ത മട്ടായിരിക്കും. ആ സമയം ഡാരൻ പുറത്തു നിന്ന് അകത്തുള്ള മാൽക്കമിനെ കാണും. അവൻ എന്നിട്ട് മാൽക്കം നീ ഒളിക്കാൻ നോക്കണ്ട, ഞാൻ നിന്നെ കണ്ടുപിടിച്ചു എന്ന് പറയും. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ മാൽക്കം ഡോറ് തുറക്കും. അങ്ങനെ ഡാരൻ അകത്തേക്ക് കയറും. കൂടെ അവന്റെ ഗേൾ ഫ്രണ്ടായ മിങ്കയും ഉണ്ടാകും. ഡാരൻ മിങ്കയെ മറ്റു രണ്ടു പേർക്കും പരിചയപ്പെടുത്തിക്കൊണ്ട് മിങ്കയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവളൊരു യൂറോപ്യൻ ആണെന്ന് കളിയാക്കിക്കൊണ്ട് പറയും. എന്നാൽ അതൊന്നും ലിസിന് അത്ര ഇഷ്ടപ്പെടില്ല. എന്നിട്ട് മാൽക്കം ഡാരനോട് എടാ നീ ഇന്ന് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഭക്ഷണം കുറച്ചധികം ഉണ്ടാക്കിയേനെ എന്ന് പറയും. അത് കേട്ട് ഡാരൻ അത് കുഴപ്പമില്ല, ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ നിന്നോട് കുറച്ച് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് മാൽക്കമിനെയും കൂട്ടിയിട്ട് ഡാരൻ അവിടുന്ന് പോകും. അവർ പോയതിനു ശേഷം ലിസ് മിങ്കയെ നോക്കും. അന്നേരം അവൾ എന്തോ വിചിത്രമായ രീതിയിൽ അവിടെയും ഇവിടെയും ഒക്കെ നോക്കുന്നുണ്ടാകും. അത് കണ്ട ലിസ് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ആ സമയം മിങ്ക നേരത്തെ കണ്ട ആ കേക്ക് കാണിച്ചുകൊണ്ട് ആ കേക്ക് കൊള്ളില്ല എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡാരൻ അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ
ഇങ്ങനെ ഇവൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എന്ന് ലിസ് ഓർക്കും. അതിനുശേഷം ലിസ് എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡാരൻ വന്നിട്ട് മിങ്കിയോട് വാ വാ നമ്മൾക്ക് പോകാം, വെറുതെ ഇവർക്കിടയിൽ കട്ടുറുമ്പാവണ്ട എന്ന് പറയും. എന്നിട്ട് മാൽക്കമിനോട് ലിസിനെ ഉദ്ദേശിക്കൊണ്ട് എടാ ഇവൾ നല്ല പെണ്ണാണ്, ഇവളെ ഒരിക്കലും വിട്ട് കളയരുതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഡാരൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും ഡാരന്റെ പെരുമാറ്റം ലിസിന് അത്ര ഇഷ്ടപ്പെടില്ല. ഡാരൻ അവിടുന്ന് പോയതിനു ശേഷം മാൽക്കം ഡാരനു വേണ്ടി ഐ ആം സോറി, അവൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല ആളായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നിയത് പോലെ വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഏതായാലും വാ നമ്മൾക്ക് ആ കേക്ക് കഴിക്കാം, ഇവിടുത്തെ കെയർ ടേക്കർ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും, നിനക്കതെന്തായാലും ഇഷ്ടപ്പെടും, മാത്രമല്ല അതൊരു ചോക്ലേറ്റ് കേക്ക് ആണെന്ന് ടേബിളിൽ ഉണ്ടായിരുന്ന കേക്ക് കാണിച്ചുകൊണ്ട് ലിസിനോട് പറയും. മാൽക്കം എനിക്ക് ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമല്ല. അത് കേട്ടോ മാൽക്കം അത് എപ്പോൾ മുതലാ നിനക്ക് ഇഷ്ടമല്ലാതായി? ഞാൻ വിചാരിച്ചത് പെമ്പിള്ളേർക്കെല്ലാം ചോക്ലേറ്റ് ഇഷ്ടമാണെന്നാണ്. സാരമില്ല, എന്തായാലും ചെറിയൊരു കഷ്ണമെങ്കിലും കഴിക്കും, നല്ല രുചിയാണെന്ന് പറയും. മാൽക്കം അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ലിസ് വളരെ ചെറിയ ഒരു ഭാഗം രുചിച്ചു നോക്കും. എന്നാൽ നേരത്തെ മിങ്ക പറഞ്ഞതുപോലെ തന്നെ ഈ കേക്ക് കൊള്ളില്ല എന്ന് പറയും. അന്ന് രാത്രി ലിസ് ഉറങ്ങുന്ന നേരം വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗർഭിണിയായ ഒരു പെണ്ണിനെയും അതുപോലെ ലിസിനെ ആരോ തോക്ക് ചൂണ്ടി തലയ്ക്ക് വെടിവെക്കാൻ പോകുന്നതും സ്വപ്നം കാണും. പെട്ടെന്ന് അവളുടെ ഉറക്കം ഞെട്ടും. സമയം അപ്പോൾ പുലർച്ചെ 3:30 ആയിട്ടുണ്ടാകും. ലിസ് എഴുന്നേറ്റ് മെല്ലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. അന്നേരം ആ റൂമിൽ എന്തോ നിൽക്കുന്നതായിട്ട് കാണിക്കും, പക്ഷെ അത് അവൾ കാണില്ല. ലിസ് നേരെ താഴേക്ക് ഇറങ്ങി നേരത്തെ കേക്ക് ഉണ്ടായ മുറിയിലേക്ക് പോകും. എന്നിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന കേക്ക് വിചിത്രമായ രീതിയിൽ നോക്കിയിട്ട് വല്ലാത്ത ആർത്തിയിൽ വലിച്ചു വാരി കഴിക്കും. ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത അവൾ സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നത് പോലെയല്ല, തികച്ചും അസാമാന്യ അത്ഭുതം നിറഞ്ഞ രീതിയിൽ നന്നായി ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ കൈകളും ഏതൊക്കെയോ പെൺകുട്ടികൾ നിലവിളിച്ച് കരയുന്നതുമായ കാര്യങ്ങൾ അവളുടെ വിഷനിൽ വരും. പിറ്റേ ദിവസം കാണിക്കുന്നത് മിങ്കിയാണ്. അവൾ ഡാരന്റെ അടുത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ആ കാട്ടിലൂടെ നടക്കുന്നുണ്ടാകും. ആ പരിസര പ്രദേശങ്ങളും ഒന്ന് തന്നെ അവൾക്ക് ഇഷ്ടമാവില്ല. അതേസമയം ഊബർ വല്ലതും കിട്ടുമോ എന്നറിയാൻ അവൾ ഫോൺ നോക്കും, എന്നാൽ അതിൽ സിഗ്നൽ പോലും ഉണ്ടാവില്ല. അന്നേരം മിങ്ക കാടിന്റെ അകത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കും. അത് കേട്ട മിങ്ക പേടിച്ചിട്ട് ഒരു മരത്തിന്റെ പിറകിലായിട്ട് ഒളിച്ചിരിക്കും. എന്നിട്ട് മെല്ലെ എല്ലായിടത്തും വീക്ഷിക്കും, എന്നാൽ അവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് അവൾ ഒളിച്ചു നിന്ന മരത്തിന്റെ മുകളിലേക്ക് എന്തോ ഉണ്ട് എന്ന് കരുതി മെല്ലെ അതിന്റെ മുകളിലേക്ക് നോക്കും. പെട്ടെന്ന് അവളെ എന്തോ ഒന്ന് പിടിച്ച് മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവളെ കൊല്ലും. മറുഭാഗത്ത് ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുന്ന മാൽക്കമിനെയാണ് കാണിക്കുന്നത്. അരികിലുണ്ടായിരുന്ന ലിസിനെ എങ്ങും കാണാത്തത് കൊണ്ട് അവൻ അവളെ അന്വേഷിക്കും. എന്നാൽ ലിസി ഏതോ ഒരു ചിന്തയിൽ മുഴുകിക്കൊണ്ട് ചിത്രം വരക്കുന്നുണ്ടാകും. മാൽക്കം താഴെ ചെന്ന് നോക്കുമ്പോൾ ലിസ് ഒരു ടേബിളിൽ കിടന്ന് പെയിന്റിംഗ് വരക്കുന്നതാകും കാണുക. അത് കണ്ട് മാൽക്കം ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. എന്നാൽ ലിസിന്റെ പെരുമാറ്റം കണ്ടിട്ട് അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മാൽക്കമിന് തോന്നും. അവൻ നോക്കുമ്പോൾ കാണുന്നത് ഇന്നലത്തെ കേക്ക് മുഴുവനും കഴിഞ്ഞിട്ട് അതിന്റെ ബോക്സ് വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ മുകളിൽ കിടക്കുന്നതാണ്. അത് കണ്ടിട്ട് മാൽക്കമിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. കാരണം ലിസി ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്നാണല്ലോ പറഞ്ഞത്, പക്ഷെ കേക്ക് ആണെങ്കിൽ തീരുകയും ചെയ്തു. അവൻ ലിസിനോട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ലിസ് അതെ എന്ന് പറയും. പിന്നെ എന്റെ ഒരു പേഷ്യന്റ് മിസ്സിസ് പോർട്ട്നോയി ഇത്രകാലം മെഡിസിൻ കാരണം കോമയിലായിരുന്നു. ഇപ്പോൾ അവർ മെല്ലെ കണ്ണൊക്കെ തുറക്കാൻ പറ്റാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അവർ ഏതായാലും പൂർണ്ണ ആരോഗ്യവതിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അതൊന്നും ലിസ് ശ്രദ്ധിക്കുന്നുണ്ടാകില്ല. അവൾ അപ്പോഴും ചിത്രം വരയിൽ മുഴുകിയിട്ടുണ്ടാകും. അത് മനസ്സിലാക്കിയ മാൽക്കം ലിസ് നീ ഇതെന്താ വരക്കുന്നതെന്ന് അവളോട് ചോദിക്കും. ഒന്നുമില്ല എന്ന് ലിസ് മറുപടി പറയും. പക്ഷെ അവൾ വരച്ചത് എന്താണെന്ന് നമ്മളെ കാണിക്കും. അതിൽ നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഏതൊക്കെ പെൺകുട്ടികൾ നിലവിളിച്ച് കരയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടികൾ പേടിച്ച് നിലവിളിച്ച് കരയുന്നതാകും ലിസ് വരച്ചിട്ടുണ്ടാകുക. ശേഷം ആ ദിവസം അവർ രണ്ടുപേരും അവിടെയുള്ള കാടും പരിസരവും എല്ലാം ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങും. അതേസമയം ലിസിന് ആ കാടും പരിസരവും എല്ലാം എന്തോ പരിചിതമായിട്ട് തോന്നും. അവൾ സ്വപ്നത്തിൽ കണ്ട അതേ വെള്ളച്ചാട്ടവും അവിടെ ഉണ്ടാകും. ലിസ് അതിന്റെ അടുത്ത് പോയിട്ട് അവിടമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ കുറച്ചു നേരം നിൽക്കും. അതെല്ലാം കണ്ടു നിന്ന മാൽക്കമിന് പിന്നെയും എന്തൊക്കെയോ സംശയങ്ങൾ വരും. വെള്ളച്ചാട്ടം നോക്കി നിൽക്കുന്ന നേരത്ത് രണ്ട് ആൺകുട്ടികളെയും അതുപോലെ അവൾ രാത്രി കണ്ട സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന ഗർഭിണിയായ സ്ത്രീയെയും അവളുടെ വിഷനിൽ വരും. എന്നിട്ട് അവൾ അവിടെ തന്നെ കുറച്ചു നേരം ഇരിക്കും. അപ്പോഴായിരിക്കും അവിടെയുള്ള വെള്ളത്തിൽ കിടക്കുന്ന ഒരു മാലയുടെ ലോക്കറ്റ് അവളുടെ ശ്രദ്ധയിൽ പെടുക. ലിസ് ആ ലോക്കറ്റ് മെല്ലെ എടുക്കും. എന്നിട്ട് അവൾ അത് തുറക്കും. അതിൽ അവൾ എന്താ കണ്ടതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് അവൾ അവിടുന്ന് കിട്ടിയ ആ ലോക്കറ്റ് മാലയാക്കി കഴുത്തിൽ അണിഞ്ഞിട്ട് ഓരോന്നും ആലോചിക്കും. അപ്പോൾ മാൽക്കം സങ്കടത്തോടെ അവളോട് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ എന്റെ പേഷ്യന്റ് മിസ്സിസ് പോർട്ട്നോയി ഇല്ല, അവർ ഇനിയും എഴുന്നേറ്റിട്ടില്ല, ഇപ്പോഴും കോമയിൽ തന്നെയാണുള്ളത്. അവരുടെ ഡോക്ടേഴ്സ് എല്ലാം ആ കാര്യം ഓർത്ത് അസ്വസ്ഥരായിട്ടാണുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും അവിടേക്ക് പോയേ പറ്റുള്ളൂ, സോറി എന്ന് പറയും. അത് കേട്ട് ലിസ് അത് കുഴപ്പമില്ല, നീ പോയിട്ട് വാ എന്ന് പറയും. ലിസ് പറഞ്ഞത് കേട്ട മാൽക്കം ഭക്ഷണം ഫ്രിഡ്ജിലുണ്ട്, അതുപോലെ വൈൻ കിച്ചണിലുമുണ്ട്, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളണം എന്ന് പറയും. മാൽക്കം നീ എത്ര മണിക്കാ ഇവിടെ തിരിച്ചെത്തുക? ഞാൻ എന്തായാലും 6 മണിയാകുമ്പോഴേക്കും വരും, അഥവാ ഇനി ട്രാഫിക് ഉണ്ടെങ്കിൽ 7 ആവും. ലിസ് ശരി എന്ന് പറയും. അങ്ങനെ മാൽക്കം അവിടുന്ന് പോകും. മാൽക്കം പോയതിനു ശേഷം ഒറ്റക്കായ ലിസ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മേഗിയെ വിളിക്കും. മേഗി വീടൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ
ലിസ് ഇവിടെ അത്ര വലിയ പ്രൈവസി ഒന്നുമില്ല, പിന്നെ ബാത്റൂമിന് മാത്രമാണ് ലോക്ക് ഉള്ളത്, ബാക്കിയുള്ള റൂമിനൊന്നും ലോക്കില്ല, അതുപോലെ ജനലിനൊന്നും കർട്ടനുമില്ല. പിന്നെ ലിസിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദൃശ്യങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് തന്നെ അത് ഉദ്ദേശിച്ചുകൊണ്ട് അവൾ എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല, ഞാനിപ്പോൾ എന്തോ ഡ്രഗ് കഴിച്ചതുപോലെയാണ് ഉള്ളതെന്ന് പറയും. അത് കേട്ട് മേഘി നീ അവിടെ പോയി വല്ല ഡ്രഗും ഉപയോഗിച്ചോ, അല്ല മാൽക്കം എവിടെ, അവനെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അവൻ ഇപ്പൊ ഇവിടെയില്ല, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണുള്ളത്. മേഘി അവൻ നിന്നെ അവിടെ തനിച്ചാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിക്കും. അന്നേരം ലിസി അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഓക്കെ ആണെന്ന് പറയും. അത് കേട്ട മേഘി അവൻ ചിലപ്പോൾ നിന്നോട് കള്ളം പറഞ്ഞ് അവന്റെ വൈഫിനെയും കുട്ടികളെയും കാണാൻ പോയതാകുമെന്ന് പറയും. എന്നാൽ ലിസിനെ ആ പറഞ്ഞത് ഒട്ടും ഇഷ്ടമാവില്ല. അവൾ മേഘി നീ എന്ത് പറയുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മേഘി ലിസ് ഞാൻ പറഞ്ഞത് സത്യമാണ്, ചിലപ്പോൾ അവന് വേറെയും കുടുംബവും കുട്ടികളും ഉണ്ടാകും എന്ന് പറയും. ലിസിന് അതൊന്നും ഇഷ്ടപ്പെടില്ല. അവൾ ദേഷ്യം വന്ന് കോള് കട്ട് ചെയ്യും. ശേഷം ലിസ് ബൈനോക്കുലറിലൂടെ ആ പ്രദേശമെല്ലാം കണ്ണോടിക്കുന്ന സമയത്ത് കുറച്ച് ഗാർബേജ് കാണും. അവൾ പിന്നെയും അതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ഗാർബേജിൽ ഒരു പെൺകുട്ടിയുടെ തല കാണും. ലിസ് പെട്ടെന്ന് അത് കണ്ട് പേടിക്കും. എന്നാൽ അവൾ പിന്നെയും ബൈനോക്കുലർ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തല അവിടെ കാണില്ല. എനിക്ക് ഇതെന്താ സംഭവിക്കുന്നതെന്ന് ലിസിന് മനസ്സിലാകില്ല. അതേസമയം എന്തോ ഒന്ന് അതിലൂടെ നടക്കുന്നുണ്ടാകും. അതിനുശേഷം ലിസ് കുറച്ചു നേരം ഉറങ്ങും. പിന്നീട് ഉറങ്ങി എഴുന്നേറ്റ് വെള്ളമെല്ലാം കുടിച്ച് മെല്ലെ ജനലിലേക്ക് പുറത്തു നോക്കി തിരിയുമ്പോഴുണ്ടാകും പെട്ടെന്ന് അവിടെ മിങ്ക. മിങ്ക എങ്ങനെ അവിടെ എത്തിയെന്ന് ലിസിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത് കൊണ്ട് മിങ്ക നീ എങ്ങനെ അകത്ത് കയറിയെന്ന് അവളോട് ചോദിക്കും. അന്നേരം മിങ്ക ഞാൻ അതിനകത്ത് തന്നെയാണല്ലോ ഉണ്ടായിരുന്നത് എന്ന് പറയും. അപ്പോൾ ലിസ് നോക്കുമ്പോഴുണ്ടാകും അവിടെ രണ്ട് മിങ്ക. ലിസിനെ എല്ലാം കണ്ട് ആകെ ഒന്നും മനസ്സിലാവില്ല. അവൾ നിന്റെ കൂടെ ഡാരൻ ഉണ്ടോ എന്ന് മിങ്കയോട് ചോദിക്കും. അന്നേരം മിങ്ക മിണ്ടാതെ, നീ ഇങ്ങനെ ഒച്ച വെക്കാതെ, കുട്ടികൾ ഉറങ്ങുന്നുണ്ട്, അവർ എഴുന്നേൽക്കുമെന്ന് പറയും. ഏത് കുട്ടികൾ, എന്ത് കുട്ടികൾ എന്ന് ലിസിന് മനസ്സിലാവില്ല. ലിസ് നീ ഇപ്പൊ ഇത് എവിടുന്ന വന്നതെന്ന് അവളോട് വീണ്ടും ചോദിക്കും. അത് കേട്ട മിങ്ക നീ ഇപ്പൊ എവിടുന്ന വന്നത്, നീ ഒരുപാട് വർഷം മുമ്പുള്ള ആളല്ലേ, അതുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികൾ നീയാണ് അവരുടെ അമ്മയെന്ന് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയും. അന്നേരം പെട്ടെന്ന് ലിസിന്റെ കണ്ണുകൾ അടയും. അന്നേരം അവൾ നേരത്തെ കണ്ട ഗർഭിണിയായ ആ സ്ത്രീയുടെ കൈകളും അതുപോലെ രണ്ട് കുട്ടികൾ വെടിവെക്കുന്നതുമായ ദൃശ്യങ്ങൾ കാണും. പെട്ടെന്ന് അവളുടെ ഉറക്കം ഞെട്ടും. അന്നേരം താൻ ഇത്ര നേരം സ്വപ്നത്തിലായിരുന്നു എന്ന് അവൾ തിരിച്ചറിയും. അവൾക്കൊന്നും മനസ്സിലാകില്ല. പെട്ടെന്ന് അവൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിലെ വൈനെല്ലാം മറഞ്ഞിട്ട് സോഫയിലും അവളുടെ പാന്റിലും ഒക്കെ ആയിട്ടുണ്ടാകും. ലിസ് വേഗം ഡ്രസ്സെല്ലാം മാറി സോഫയിലായ വൈനൊക്കെ തുടച്ച് മാറ്റുന്ന സമയത്ത് ആരോ ഡോറിന്റെ പുറത്ത് ഉള്ളതുപോലെ അവൾക്ക് തോന്നും. അവൾ എന്നിട്ട് മെല്ലെ ആ ഭാഗത്തേക്ക് പോകും. അന്നേരം അത് ഡാരൻ ആയിരിക്കും. അവൻ പുറത്ത് നിന്ന് മാൽക്കം ഞാൻ നിന്നെ കണ്ടു, നീ വേഗം വാതിൽ തുറക്കെന്ന് പറയും. അപ്പോൾ ലിസ് അകത്ത് നിന്ന് ഇത് മാൽക്കം അല്ല എന്ന് പറയും. ഒന്നാമത് അവൾക്ക് ഡാരനെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് വന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അത് കേട്ട് ഡാരൻ ഇതാരാ ലിൻഡെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ അല്ല ഇത് ലിസ് ആണെന്ന് പറയും. ഡാരന്റെ സംസാരം കേട്ട ലിസിന് എന്തൊക്കെയോ സംശയം തോന്നും. കാരണം അവർ ഇന്നലെ ആണല്ലോ തമ്മിൽ കണ്ടത്. പിന്നെ അവൻ തന്നോട് ലിൻഡെ ആണോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലാവില്ല. അവളുടെ ഉള്ളിൽ സംശയങ്ങൾ ചുരുണ്ടുകൂടും. ആ സമയം ഡാരൻ മാൽക്കം എവിടെയെന്ന് അവളോട് ചോദിക്കും. അവൻ ഇവിടെ ഇല്ല, ഒരു പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണുള്ളത്, അവൻ വേഗം വരും എന്ന് ലിസ് പറയും. അത് കേട്ട് ഡാരൻ എന്ത്, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് അവൻ പോയെന്നോ, അത് വിട്, നീ ഏതായാലും ഒന്ന് വാതിൽ തുറക്ക്, ഞാൻ പെട്ടെന്ന് പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ അവസാനം മനസ്സില്ലാ മനസ്സോടെ ലിസ് വാതിൽ തുറക്കും. ഡാരൻ നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ, ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അന്നേരം ഇന്നലത്തെ ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു, നീ ആ കെയർ ടേക്കർ ഉണ്ടാക്കിയ കേക്ക് കഴിച്ചായിരുന്നോ, എങ്ങനെയുണ്ട് കേക്ക് എന്ന് ഡാരൻ ചോദിക്കും. ലിസ് കുഴപ്പമില്ല എന്ന് മറുപടി കൊടുക്കും. അത് കഴിഞ്ഞ് ഡാരൻ മുകളിൽ പോയിട്ട് ഒരു സ്കോച്ച് എടുത്തുകൊണ്ട് വന്ന് ലിസിന് കൊടുത്തുകൊണ്ട് കുടിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവൾ എനിക്ക് വേണ്ട എന്ന് പറയും. അന്നേരം ഡാരൻ മാൽക്കം പറഞ്ഞത് ശരിയാണ്, നീ ബാക്കിയുള്ള പെൺകുട്ടികളെ പോലെയല്ല, നിനക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറയും. അപ്പോൾ ലിസ് ഈ കാര്യം ഇടയ്ക്ക് മാൽക്കം എന്നോട് പറയാറുണ്ടെന്ന് പറയും. വാ ഇത് കുടിച്ച് നോക്കിയെന്ന് പറഞ്ഞ് ഡാരൻ അവളെ നിർബന്ധിക്കും. അന്നേരം ഇവിടുന്ന് ഇപ്പോഴൊന്നും ഇവൻ പോകില്ല എന്ന് മനസ്സിലാക്കിയ ലിസ് കുടിക്കാൻ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് കയറും. കാരണം ബാത്റൂമിൽ മാത്രമാണല്ലോ ലോക്കുള്ളത്, അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് അവൾക്ക് പേടിയുമുണ്ട്. ഇൻഫാക്ട് ലിസും ബാത്റൂമിൽ പോയത് മാൽക്കമിനെ വിളിക്കാനായിരിക്കും. അപ്പോഴായിരിക്കും അവൾക്ക് താൻ ഫോൺ എടുക്കാൻ മറന്നുപോയ കാര്യം ഓർമ്മ വരിക. അന്നേരം ആരോ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നും. മറുഭാഗത്ത് ഡാരൻ ക്ലീവർ എടുത്തു മെല്ലെ ലിസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബാത്റൂമിന്റെ അടുത്തേക്ക് പോകും. അതേസമയം എന്തോ സംശയം തോന്നിയ ലിസ് ബാത്റൂമിന്റെ ഡോറിന്റെ അടുത്ത് പോയിട്ട് ചെവി ഓർത്ത് നോക്കും. മറുഭാഗത്ത് ഡാരൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒന്ന് അവനെ വലിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി അവനെ അപ്പൊ തന്നെ കൊല്ലും. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവില്ല. ശേഷം ലിസ് പതിയെ വാതിൽ തുറന്ന് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നോക്കും. പക്ഷെ ആരെയും കാണില്ല. എന്നിട്ട് ഡാരൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പേടിച്ച് ഫോൺ എടുത്ത് വേഗം സ്റ്റോറേജ് റൂമിൽ കയറും. സ്റ്റോറേജ് റൂമിൽ കയറിയ ശേഷം അവൾ ധൃതിയിൽ മാൽക്കമിനെ വിളിക്കും. എന്നാൽ കോള് കിട്ടില്ല. അവൾ നിന്റെ കസിൻ ഡെറൻ അവൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ വേഗം ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് മേലയക്കും.
കേൾക്കും. അന്നേരം താനെ വീടിന്റെ ഫ്രണ്ട് ഡോറ് ലോക്കാവും. വാതിൽ ലോക്കായ സൗണ്ട് കേട്ട് ഡാരൻ പോയെന്ന് കരുതി അവൾ മെല്ലെ പുറത്തിറങ്ങി ഡാരനെ വിളിക്കും. എന്നാൽ അവനെ അവിടെ എങ്ങും കാണില്ല. അവൻ മരിച്ച കാര്യം അവൾക്ക് അറിയില്ലല്ലോ. ലിസ് എന്നിട്ട് സിങ്കിൽ നോക്കുമ്പോൾ അതിൽ ഡാരന്റെ വാച്ച് കിടക്കുന്നുണ്ടാകും. പിന്നെ അവൾ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ബാഗ് തലയിൽ വെച്ച ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കാണും. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ആ രൂപം അവിടെ കാണില്ല. കൂടാതെ ആ സ്ത്രീ നിന്ന സ്ഥലത്ത് അന്ന് കണ്ട അതേ കേക്ക് ഉണ്ടാകും. പക്ഷെ ആ കേക്ക് അന്നേ കഴിഞ്ഞതാണല്ലോ. പിന്നെ എങ്ങനെ അവിടെ വന്നതെന്ന് അവൾക്ക് മനസ്സിലാകാതെ വട്ട് പിടിക്കുന്നത് പോലെയാകും. ഈ വീടിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ലിസ് അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബാഗിലാക്കി പോകാൻ ഒരുങ്ങി മാഗിയെ വിളിക്കും. ലിസ് മാഗിയെ വിളിച്ചിട്ട് നേരത്തെ ദേഷ്യപ്പെട്ടതിന് സോറി, നിനക്കെന്നെ ഒന്ന് ഇവിടം വരെ വന്ന് കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് കേട്ട മാഗി ആശ്ചര്യത്തോടെ എന്ത് പറ്റി പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും. മാഗി എനിക്കറിയില്ല, ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. അത് കേട്ട മാഗി ആ ശരി ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അതിന്റെ കൂടെ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ലൈൻ ബ്രേക്ക് ആകും. അതുകൊണ്ട് തന്നെ മാഗി എന്താ പറയുന്നതെന്ന് ലിസിന് മനസ്സിലാവില്ല. ലിസ്, മാഗി നിന്റെ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. അതേസമയം ലിസിന്റെ പിറകിൽ എന്തോ ഒരു ജീവി ഉള്ളതായിട്ട് നമ്മൾക്ക് കാണാം. എന്നാൽ അവൾ അത് കാണില്ല. അന്നേരം പെട്ടെന്ന് ഫോണിലൂടെ മാഗി യു ആർ ദ മദർ എന്നും അതുപോലെ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വരില്ല എന്നും പറയും. എന്നാൽ മാഗിയുടെ പെരുമാറ്റം കേട്ട് മാഗി ഇതെന്താ ഈ പറയുന്നതെന്ന് പിടികിട്ടാതെ മാഗി നീ ഇതെന്താ ഈ പറയുന്നതെന്ന് അവളോട് ചോദിക്കും. അപ്പോഴേക്കും മാൽക്കം അവിടെ എത്തും. അവനെ കണ്ട ലിസ്, മാൽക്കം ഞാൻ നിന്നെ എത്ര സമയമായി വിളിക്കുന്നു, നീ ഇത് എവിടെയായിരുന്നു? ഇവിടെ ഈ വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്, ഞാൻ ആരൊക്കെയോ കണ്ടു എന്ന് പറയും. എന്നാൽ മാൽക്കമിന് ലിസ് എന്താ പറയുന്നതെന്ന് മനസ്സിലാകില്ല. അവൻ അവളോട് ലിസ് നീ ഇതെന്തൊക്കെയാ പറയുന്നേ, ആരെ കണ്ടു എന്നാ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ലിസ് പ്ലാസ്റ്റിക് ബാഗ് മുഖത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആ സ്ത്രീ ആരാ, അതാണോ ഇവിടുത്തെ കെയർ ടേക്കർ എന്നൊക്കെ തുടരെ തുടരെ ചോദിക്കും. അപ്പോഴും മാൽക്കമിന് എന്താ ഇവൾ ഈ പറയുന്നതെന്ന് മനസ്സിലാകാത്ത ഭാവമായിരിക്കും. പെട്ടെന്ന് ആ സ്ത്രീ അവിടെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ നിന്റെ ആ കോപ്പിലെ കസിൻ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്റെ പേര് കേട്ടിട്ടും ഞാൻ ആരാണെന്ന് അവന് മനസ്സിലായില്ല, അതെന്തുകൊണ്ടാ? ഡാരൻ ഇപ്പോഴും ഇവിടെയുണ്ടോ? അന്നേരം ലിസ് ഇല്ല, അവൻ പോയി, പോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞത് പോലുമില്ല. പിന്നെ അവന്റെ വാച്ച് അതാ സിങ്കിൽ കൊണ്ടിട്ടാണ് അവൻ പോയത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറയും. ലിസ് പ്ലീസ് നീ ഇങ്ങനെ പോവല്ലേ, കുറച്ചു നേരമെങ്കിലും ഇവിടെ ഇരിക്കും. ഓക്കെ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കും നോക്കെന്ന് ലിസ് മാൽക്കമിനോട് പറയും. അത് കേട്ട് മാൽക്കം ശരിയെന്ന് പറഞ്ഞ് ആരെങ്കിലും ആ വീട്ടിലുണ്ടോ എന്ന് നോക്കും. എന്നാൽ അവിടെ എങ്ങും ആരെയും കാണില്ല. അതിനുശേഷം ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് ഒരു സ്കോച്ചും എടുത്ത് ലിസ് നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പോയതിന് സോറി, വാ ഇത് കുടിച്ച് നമ്മൾക്കൊന്ന് കുറച്ചു നേരം സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് മാൽക്കം ലിവിംഗ് റൂമിലേക്ക് പോകും. അങ്ങനെ അവർ സ്കോച്ച് കുടിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ലിസ് അവനോട് നിന്റെ പേഷ്യന്റായ മിസ്സിസ് പോർട്ട്നോയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കും. അപ്പോൾ മാൽക്കം അതാരാ? ഓ സോറി നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ജോലിയും എല്ലാം മറന്നു പോകും. ആ മിസ്സിസ് പോർട്ട്നോയ് അവർ മരിച്ചുപോയി എന്ന് പറയും. എന്നാൽ ലിസിന് മാൽക്കമിന്റെ സംസാരം കേട്ട് എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുക്കും. അവൾ മാൽക്കമിനെ പേടിച്ചിട്ട് വേഗം ബാത്റൂമിലേക്ക് പോയിട്ട് ഡോറ് ലോക്ക് ചെയ്യും. കുറെ നേരമായിട്ടും ലിസ് ബാത്റൂമിൽ നിന്ന് തിരിച്ച് പുറത്ത് വരാത്തത് കൊണ്ട് മാൽക്കം അവളോട് നീ ഓക്കെ അല്ലേ, നീ എന്താ ബാത്റൂമിൽ നിന്ന് പുറത്ത് വരാത്തത്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. നിനക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്, നിനക്ക് വേറെ കുടുംബവും കുട്ടികളും ഉണ്ടെന്നോ? ലിസ് പറയുന്നത് കേട്ട മാൽക്കം നീ ഇതെന്തൊക്കെയാ പറയുന്നേ, എനിക്ക് വേറെ ഭാര്യയൊന്നുമില്ല, നീ ഏതായാലും വാതിൽ തുറക്ക്, എനിക്ക് നിന്നോട് ഇതല്ല വേറെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയും. ആ സമയം അവൾ ബാത്റൂമിൽ ഒരു ഫോട്ടോ കാണും. എന്നിട്ട് അത് അവൾ എടുത്തു നോക്കും. അതിൽ മാൽക്കമും ഒരു പെണ്ണും പിന്നെ 2 കുട്ടികളുമായിരിക്കും ഉണ്ടാവുക. അതായത് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവളായിരിക്കും അത്. ആ ഫോട്ടോ കൂടി കണ്ടപ്പോൾ ലിസിന്റെ ഉള്ളിലെ സംശയത്തിന്റെ അളവ് വർദ്ധിക്കും. ആ സമയം മാൽക്കം ബാത്റൂമിന്റെ ഡോർ തുറക്കും. എന്നിട്ട് എനിക്ക് നിന്നോട് പറയാൻ ഉണ്ടായിരുന്നത് ഈ ബാത്റൂം ലോക്ക് അല്ല എന്നാണെന്ന് പറയും. അന്നേരം ലിസ് ആ ഫോട്ടോ കാണിച്ചിട്ട് മാൽക്കം ഇതാരാ എന്ന് ചോദിക്കും. അത് കണ്ട മാൽക്കം സോറി ഇതെന്റെ പണ്ടത്തെ വൈഫായിരുന്നു എന്ന് പറയും. അത് കേട്ട് ലിസ് നീ കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ലേ എന്നോട് പറഞ്ഞത്, പിന്നെ ഇപ്പൊ ഇത് എവിടുന്ന് വന്നു, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയും. അത് കേട്ട മാൽക്കം പക്ഷെ ഞാൻ നിന്നെ ഇവിടം വിട്ട് പോകാൻ വിടില്ല എന്ന് പറയും. അപ്പോൾ ലിസ് എന്നെ പോകാൻ വിടാതിരിക്കാൻ നീ ആരാ, ഏതായാലും എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയും. ലിസിന്റെ സംസാരം കേട്ട മാൽക്കം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നീ കുറച്ചു നേരം ഇവിടെ നിന്നേ പറ്റുള്ളൂ, എനിക്ക് പറയാനുള്ളതെല്ലാം നീ കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. അങ്ങനെ അവസാനം ലിസ് അതിന് സമ്മതിക്കും. ശേഷം ലിവിംഗ് റൂമിൽ പോയതിനു ശേഷം മാൽക്കം ലിസ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്നെ രക്ഷിക്കാൻ എനിക്ക് നിന്നെ കൊന്നേ പറ്റുള്ളൂ, ആ കേക്കിൽ ഞാൻ ഡ്രഗ് ചേർത്തിട്ടുണ്ടായിരുന്നു, നീ കണ്ട ആ സ്ത്രീയില്ലേ അത് ശരിക്കും ആരാണെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ അവരെന്തായാലും മനുഷ്യനല്ല, നീ കണ്ട വിചിത്രമായ രൂപങ്ങളെല്ലാം ഒരുപാട് വർഷമായിട്ട് ഈ വീട്ടിലുള്ളതാണെന്ന് മാൽക്കം പറയും. മാൽക്കം പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ട ലിസ് മാൽക്കം നീ ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും മാൽക്കം അവന്റെ പാസ്റ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയുക. അതായത് ഡാരനും മാൽക്കവും ചെറുപ്പമായിരുന്ന സമയത്ത് അവർ ഒരു
ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരു ചെറിയ പുഴയുടെ അടുത്ത് നിന്ന് ഡാൻസ് ചെയ്യുന്നത് കാണുകയുണ്ടായി. ഞങ്ങൾ കണ്ട ആ സ്ത്രീയുടെ അതേ മുഖച്ഛായാണ് നിനക്കും. അതുപോലെ നീ നേരത്തെ കണ്ട ആ രൂപമില്ലേ, അവരുടെ അമ്മയാണ് ഞാൻ ഇപ്പം പറഞ്ഞ ആ സ്ത്രീ. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 200 വർഷമായി. അതായത് മാൽക്കമിനും ഡാരനും 200 വർഷത്തെ വയസ്സുണ്ട് എന്നർത്ഥം. ഞങ്ങളുടെ ഈ സ്ഥലത്ത് ആ സ്ത്രീ അനുവാദമില്ലാതെ ഒരു നാൾ കടന്നു വരികയുണ്ടായി. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഞങ്ങൾ കാണാൻ തുടങ്ങി. എന്നാൽ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ എന്തായാലും ആർക്കാലും ഇഷ്ടപ്പെടില്ലല്ലോ. മാത്രമല്ല രാത്രി കാലങ്ങളിലൊക്കെ അവർ നദീതീരത്തിന്റെ അടുത്ത് നിന്ന് ഡാൻസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അവളുടെ കാലിന് വെടിവെച്ചിട്ട് പിടിച്ച് വലിച്ച് പിഗ് പെന്നിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് വാതിലടച്ചു. പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ പോയി നോക്കുമ്പോൾ കണ്ടത് അവൾ പ്രസവിച്ചതായിരുന്നു. എന്നാൽ അവൾ പ്രസവിച്ച കുട്ടികൾ സാധാരണ ഒരു മനുഷ്യഗണത്തിൽ പെട്ടതായിരുന്നില്ല. എന്തൊക്കെയോ മനുഷ്യനുമല്ല മൃഗവുമല്ല, അങ്ങനെ ഒരു രൂപമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകണ്ട് ഞങ്ങൾക്ക് അവളൊരു മന്ത്രവാദിനിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവളെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു എന്ന് പറയും. ഇതേ ദൃശ്യങ്ങളായിരുന്നു ലിസ് അവളുടെ സ്വപ്നത്തിലുടനീളം കണ്ടത്. ലിസിന്റെ പഴയ ജന്മത്തിൽ അവൾ ഒരു മന്ത്രവാദിനിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ പുനർജനിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് നഗരത്തിൽ ജനിച്ചു വളർന്നിട്ടും ആ സ്ഥലവും പരിസരവും ഒക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ആത്മബന്ധം തോന്നിയത്. 200 വർഷമായിട്ട് മാൽക്കമും ഡാരനും മരിക്കാത്തതിന്റെ കാരണം അന്ന് ആ വികൃത രൂപമുള്ള ജീവികൾ ചെറുപ്പത്തിൽ ഡാരനും മാൽക്കമിനും ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാരെ ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ ജീവികൾക്ക് ഇവർ മനുഷ്യന്മാരെ ഭക്ഷണമായി എത്ര കാലം കൊടുക്കുന്നുവോ അത്ര കാലം ഡാരനും മാൽക്കമിനും മരണമില്ലാതെ ജീവിക്കാം എന്നായിരുന്നു ആ വരം. ശേഷം മാൽക്കം തുടർന്ന് പറയും, നിനക്ക് മുമ്പും ഇതുപോലെ പല പെണ്ണിനെയും ഞങ്ങൾ അതിന് ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിന്റെ ഊഴമാണ്. അതായത് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കുറെ പെൺപിള്ളേർ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് മരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതാ മാൽക്കമും ഡാരനും പറ്റിച്ച് അവിടേക്ക് കൊണ്ടുവന്ന പെൺപിള്ളേരായിരുന്നു. അവരെയൊക്കെ ഈ ജീവികൾ കൊല്ലുന്നതായിരുന്നു നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടത്. എല്ലാം കേട്ട് ഭയന്ന ലിസ്, മാൽക്കം നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും? പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ പോയിക്കോളാം എന്ന് പറയും. അത് കേട്ട് മാൽക്കം, തീർച്ചയായും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വേറെ മാർഗമില്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ. നീ മരിച്ചാൽ എനിക്ക് ഇനിയും മരണമില്ലാതെ ജീവിക്കാം. അതേസമയം ആ ജീവികൾ അവളെ കഴിക്കാൻ വേണ്ടി വരുന്ന ശബ്ദം കേട്ട് ലിസ് കരയും. അവൾ പേടിച്ചിട്ട് വാതിൽ തുറക്കാൻ നോക്കും, എന്നാൽ അത് തുറക്കില്ല. അന്നേരം മാൽക്കം, നിനക്ക് ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല, ആ ക്രിയേച്ചേഴ്സ് വീടിന്റെ ഡോർ എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ലിസ് ആ വീട്ടിലെ ഓരോ വാതിലും തുറക്കാൻ തന്നാൽ ആവുന്ന വിധം ശ്രമിക്കും. എന്നാൽ അവളുടെ ശ്രമമെല്ലാം പാഴാകും. എന്നിട്ട് അവൾ വേഗം അവളുടെ ഫോൺ എടുത്ത് ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ നോക്കും. ബട്ട് ഫോൺ ഓൺ ആകില്ല. അപ്പോഴേക്കും ആ ജീവികൾ അവളുടെ അടുത്തേക്ക് എത്താനായിട്ടുണ്ടാകും. ആ ക്രിയേച്ചേഴ്സ് തന്റെ അടുത്തേക്ക് എത്താനായി എന്ന് മനസ്സിലാക്കിയതും ലിസ് വേഗം ഓടിപ്പോയിട്ട് ബാൽക്കണിയിലൂടെ താഴേക്ക് ചാടാൻ നോക്കുമ്പോൾ താഴെ മുഴുവനും വെള്ളം ഒഴുകി പോകുന്നതായിട്ട് കാണും. എന്നാൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ബാൽക്കണിയുടെ ഒരു ഭാഗത്ത് പിടിച്ച് മെല്ലെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. അന്നേരം ആ ജീവികൾ മുകളിൽ നിന്ന് അവളെ തന്നെ നോക്കുന്നുണ്ടാകും. ആ ജീവികളെ പെട്ടെന്ന് കണ്ട ഞെട്ടലിൽ അവളുടെ കൈ അവൾ പിടിച്ച ഭാഗത്ത് നിന്ന് വിട്ട് നേരെ ലിസ് വെള്ളത്തിലേക്ക് വീഴും. അപ്പോഴായിരിക്കും നേരത്തെ ഒരു ലോക്കറ്റ് കെട്ടിയിട്ട് അവൾ തുറന്നു നോക്കിയില്ലേ, അന്നേരം എന്താ അവൾ കണ്ടതെന്ന് കാണിക്കുക. അത് മറ്റാരുമല്ല, 200 വർഷം മുമ്പ് ഉണ്ടായ ലിസിനെ ആയിരിക്കും അവൾ കണ്ടത്. അവൾ ആ വീട്ടിൽ വന്ന സമയത്ത് തന്റെ അമ്മയാണ് ഇതെന്ന് ആ ജീവികൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ലിസിനെ ഡാരൻ കൊല്ലാൻ പോയ സമയത്ത് അവ അത് മനസ്സിലാക്കി ലിസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡാരനെ കൊന്നത്. ഡാരന്റെയും മാൽക്കമിന്റെയും പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഓരോ പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് വന്ന് അവരെ ഡ്രഗ് കലർത്തിയ കേക്ക് കൊടുത്ത് അവരെ മയക്കി കിടത്തി എന്നിട്ട് അവർ ഉറങ്ങുന്ന സമയത്ത് ആ ക്രിയേച്ചേഴ്സ് വന്ന് അവരെ കൊണ്ടുപോയി ഭക്ഷിക്കുക എന്നതായിരുന്നു. എന്നാൽ ആ ജീവികൾ ലിസിനെ ഒന്നും ചെയ്തില്ല, കാരണം അവരുടെ അമ്മയാണ് ലിസ്. എന്നത്തെയും പോലെ എല്ലാം ഒരുക്കി വെച്ചിട്ടും വിചാരിച്ച പോലെ പദ്ധതിയെല്ലാം നടത്തിയിട്ടും എന്തുകൊണ്ട് ലിസ് ഇത്ര സമയമായിട്ട് മരിച്ചില്ല എന്ന് ആലോചിച്ചിട്ടാണ് മാൽക്കം അവളെ തന്നെ സംശയത്തോടെ ആദ്യത്തെ സീനിൽ നോക്കിയത്. ശേഷം മാൽക്കം ലിസിന്റെ ഫോണും അവളുടെ ആവശ്യമുള്ള തിങ്സ് എല്ലാം ബോക്സിലാക്കി ഒരു പ്രൈവറ്റ് റൂമിൽ വെക്കും. അപ്പോൾ അവിടെ അതുപോലെ ഒരുപാട് വേറെയും ബോക്സുകൾ ഉണ്ടാകും. അതായത് അവൻ മുമ്പ് കൂട്ടിക്കൊണ്ടു വന്ന കുറെ പെൺകുട്ടികളുടെ തിങ്സ് ആണ് അതൊക്കെ. മറുഭാഗത്ത് കണ്ണു തുറക്കുമ്പോൾ ലിസ് ആ വീട്ടിലെ ബേസ്മെന്റിലായിരിക്കും. അവൾ മെല്ലെ എഴുന്നേറ്റ് അവിടെ ഇരിക്കും. അപ്പോൾ മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത ഏതോ ഇനത്തിൽപ്പെട്ട ജീവികൾ ഒരു ഭരണിക്കകത്തെ തേനിൽ അവരുടെ പഴയ ഡാരനും മാൽക്കമും കൂടി വെടിവെച്ച് കൊന്ന അമ്മയായ ലിസിന്റെ തല ഇട്ട് വെച്ചിട്ടുണ്ടാകും. അവർ ആ തല എടുത്ത് ലിസിന് കാണിക്കും. എന്നാൽ ഇതെന്താ ഈ നടക്കുന്നതെന്ന് ലിസിന് യാതൊരു ധാരണയും ഉണ്ടാകില്ല. ആ സമയം ലിസ് നേരത്തെ കണ്ട പ്ലാസ്റ്റിക് ബാഗ് തലയിലുള്ള ആ സ്ത്രീ അങ്ങോട്ടേക്ക് വരും. അവരെയൊക്കെ കണ്ട ലിസ് നിങ്ങളൊക്കെ ആരാണെന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവർ ഞങ്ങളൊക്കെ നിങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് ആ പ്ലാസ്റ്റിക് ബാഗ് തലയിൽ നിന്ന് അഴിക്കും. അന്നേരം അത് നിർദ്ദയവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു 4 തലയുള്ള വികൃതമായ ജീവിയായിരിക്കും. എല്ലാവരും അവരുടെ അമ്മയായ ലിസ് വന്നത് കൊണ്ട് തന്നെ ആഹ്ലാദം കൊണ്ട് ലിസിനെ കെട്ടിപ്പിടിക്കും. അപ്പോഴായിരിക്കും ലിസിന് കാര്യങ്ങൾ മനസ്സിലാകുക. അവരെല്ലാം അവളെ കണ്ട സന്തോഷമായിരിക്കും. അതേസമയം മാൽക്കം ആ ജീവികളുള്ള ഭാഗത്ത് നിന്ന് വരുന്ന ശബ്ദം
ശബ്ദങ്ങൾ കേട്ടിട്ട് ലിസിനെ ആ ജീവികൾ കൊന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ അവന്റെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങും. കുറച്ചു സമയം കഴിയുമ്പോൾ പെട്ടെന്ന് അവന്റെ ഉറക്കം ഞെട്ടും. ഉറക്കം ഞെട്ടിയ മാൽക്കം കാണുന്നത് ശോഷിച്ച് വയസ്സായ തന്റെ ശരീരമായിരിക്കും. എന്നാൽ ഇതെന്താ പറ്റിയതെന്ന് അവന് മനസ്സിലാവില്ല. മാൽക്കമിന് കിട്ടിയ ആരോഗ്യവും ശക്തിയും എല്ലാം ചോർന്നു പോകുന്നതായിട്ട് അവന് തോന്നും. പിന്നെ നോക്കുമ്പോൾ അവൻ കാണുന്നത് ആ ജീവിയായിരിക്കും. പിന്നീട് കേൾക്കുന്നത് മാൽക്കമിന്റെ അലറിക്കൊണ്ടുള്ള നിലവിളിയായിരിക്കും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ അത്രയും ശോഷിച്ച് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് അത്രയും വൃദ്ധനായ മാൽക്കമിനെ തല കീഴായി ജീവനോടെ കെട്ടിയിട്ട് തൂക്കിയതാണ് കാണിക്കുക. അവൻ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടാകും. ആ സമയം ലിസ് അവിടേക്ക് ആ കേക്കും എടുത്തിട്ട് വരും. മാൽക്കം അവളോട് ലിസ് പ്ലീസ് നീ എന്നൊന്ന് താഴെ ഇറക്കെന്ന് പറഞ്ഞിട്ട് കരയും. ലിസിന്റെ കണ്ണൊക്കെ ഒരുതരം വെള്ളയും നീലയും ഒക്കെ കലർന്ന നിറത്തിലായിട്ടുണ്ടാകും. മാൽക്കം അവളോട് നിന്നെ അവരെന്താ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ലിസ് ഞാൻ അവരുടെ അമ്മയായത് കൊണ്ട് തന്നെ എന്നോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി അവർ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയും. അത് കേട്ട മാൽക്കം പക്ഷെ ഇതെന്റെ വീടാണ്, ഞാനാണ് ഇവിടുത്തെ തലവൻ എന്ന് പറയും. അന്നേരം ലിസ് മാൽക്കം പറയുന്നതൊന്നും കാര്യമാക്കാതെ കേക്ക് എടുത്ത് അവന് കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അവൻ വേണ്ട ലിസ്, ഞാൻ ശരിക്കും നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയതല്ല എന്ന് പറയും. അത് കേട്ട് ലിസ് നീ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതല്ല എന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ആ കേക്ക് കൊടുക്കും. അപ്പോൾ മാൽക്കം ലിസ് ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും. മാൽക്കം ഇത് തന്നെയല്ലേ നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പെൺപിള്ളേരോടും പറഞ്ഞിട്ടുണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് ലിസ് മാൽക്കമിനെ കെട്ടിത്തൂക്കിയ കയറ് താഴേക്ക് താഴ്ത്തി അവന്റെ തല തേൻ നിറച്ച ജാറിൽ മുങ്ങുന്ന വിധമാക്കിയിട്ട് അവനെ അതിൽ മുക്കിക്കൊല്ലും. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയും. ഇനി ഇവിടുത്തെ മാസ്റ്റർ ലിസ് ആണ്. ഇവിടുത്തെ ജീവികൾക്ക് കഴിക്കാൻ ഇനിയും മനുഷ്യന്മാരെ വേണമല്ലോ. അതുകൊണ്ട് മാൽക്കം ചെയ്തതുപോലെ തന്നെ ലിസും ഇനി ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്ത മൂവിയായിട്ട് മറ്റൊരു ദിവസം വരാം.